എല്ലാവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മോഡ്സ് ഓർ ടൈപ്സ് ഓഫ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസംസ് എന്ന് പറയുന്ന ടോപ്പിക്കിനെ കുറിച്ചായിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. നമുക്കറിയാം, നമ്മുടെ ജീവലോകത്ത് കാണപ്പെടുന്ന പലതരത്തിലെ ജീവജാലങ്ങളിൽ പലതരത്തിലെ അസെക്ഷൽ റീപ്രൊഡക്റ്റീവ് മെത്തേഡ്സ് അല്ലെങ്കിൽ അസെക്ഷൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അതിൽ നമ്മുടെ സിലബസ് പ്രകാരം നമുക്ക് 7 ടൈപ്പിലെ അസെക്ഷൽ റീപ്രൊഡക്റ്റീവ് മെത്തേഡ്സ് ഓർ സ്ട്രക്ചേഴ്സിനെ കുറിച്ചാണ് പഠിക്കാനുണ്ടെന്നും പറഞ്ഞിരുന്നു. അതിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആദ്യത്തെ 2 ടോപ്പിക്കായ സെൽ ഡിവിഷനും അതേപോലെ ഫിഷനെയും കുറിച്ച് വിശദമായിട്ടും അതിൻ്റെ ഉദാഹരണ സഹിതം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ആ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചേക്കുന്നത് അന്ന് പഠിച്ച ടോപ്പിക്കിൻ്റെ ബാലൻസ് ഏരിയ ആയ മറ്റ് അസെക്ഷൽ റീപ്രൊഡക്റ്റീവ് മെത്തേഡ്സ് അല്ലെങ്കിൽ സ്ട്രക്ചേഴ്സുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. എല്ലാവരെയും ഒരിക്കൽ കൂടി എൻ്റെ ഈ ചാനലിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമുക്ക് നമ്മുടെ ടോപ്പിക്കിലോട്ട് കിടക്കാം. നമുക്ക് പഠിക്കാനുള്ള അടുത്ത അസെക്ഷൽ റീപ്രൊഡക്റ്റീവ് മെത്തേഡാണ് ഏതെന്ന് പറയുന്നത് ബഡ്ഡിങ്. മലയാളത്തിൽ അതിനെ നമ്മൾ മുകുളനം എന്ന് വിളിക്കും. എന്ത് വിളിക്കും? മുകുളനം. നമ്മൾ തൊട്ടു മുമ്പ് പഠിച്ച ഫിഷനും സെൽ ഡിവിഷനും ഒക്കെ യൂണിസെല്ലുലാർ ഫോംസിൻ്റെ മാത്രം പ്രത്യേകതയായിരുന്നു, അല്ലേ? ഇറ്റ് ഈസ് എ ഫീച്ചർ ഓഫ് യൂണിസെല്ലുലാർ ഫോംസ്. ഏതൊക്കെയാണ്? സെൽ ഡിവിഷനും ഫിഷനും ഒക്കെ. എന്നാൽ ബഡ്ഡിങ് അങ്ങനല്ല. ബഡ്ഡിങ് ഈസ് സീൻ ഇൻ മൾട്ടി സെല്ലുലാർ ലോവർ ഫോംസ് ലൈക്ക് നിഡേറിയൻസ്. കഴിഞ്ഞ വർഷം അനിമൽ കിങ്ഡം പഠിച്ചപ്പം ഫൈലത്തിലെ 2ാമത്തെ ഫൈലമായിട്ട് പഠിച്ചാണ് ഫൈലം നിഡേറിയ. അതിൽ വരുന്ന ആൾക്കാരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇത് നിഡേറിയൻസ് ഓർ സീലൻഡ്രേറ്റ്സ് എന്നൊക്കെ നമ്മൾ വിളിക്കും. അതിൽ പെടുന്ന ഹൈഡ്രയാണ് നമുക്ക് മൾട്ടി സെല്ലുലാർ ലോവർ ഫോംസിന് ബഡ്ഡിങ് നടത്തുന്നതിന് എക്സാമ്പിളായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതേപോലെ ഇതാരുടെയും പ്രത്യേകതയാണ്. ആൻഡ് ഇൻ യൂണിസെല്ലുലാർ ഫോംസ് ലൈക്ക് ഈസ്റ്റ്. അതേപോലെ ഏകകോശ ജീവജാലങ്ങളായ ഈസ്റ്റിലും ഏത് നടക്കാറുണ്ട്? ബഡ്ഡിങ് നടക്കാറുണ്ട്. ഈസ്റ്റ് നമുക്ക് പരിചിതമാണ്. കഴിഞ്ഞ വർഷം കിങ്ഡം ഫഞ്ചിയിൽ പഠിച്ചതാണ്. അതിൻ്റെ സയൻറ്റിഫിക് നെയിമാണ് ഏതെന്ന് പറഞ്ഞാൽ സക്കാറോമൈസസ്. ഈ വർഷം മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ സുവോളജിയിൽ നിങ്ങൾ കേൾക്കും ഇതിൻ്റെ ഫുൾ നെയിം, സ്പീഷീസ് ഇൻക്ലൂഡിങ് സ്പീഷീസ് വെച്ചിട്ടുള്ള അതിൻ്റെ സയൻറ്റിഫിക് നെയിം നമ്മൾ പഠിക്കുന്നുണ്ട്. ഇതിൻ്റെ ഫുൾ നെയിം ഇതാണ്: സക്കാറോമൈസസ് സെർവീസിയെ. സക്കാറോമൈസസ് സെർവീസിയെ. അതിനെ ബേക്കേഴ്സ് ഈസ്റ്റ് അല്ലെങ്കിൽ ബ്രീവേഴ്സ് ഈസ്റ്റ് എന്നൊക്കെ നമ്മൾ വിളിക്കാറുണ്ട്. അപ്പോൾ ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഈസ്റ്റിന് മറ്റൊരു പ്രത്യേകതയുണ്ടല്ലോ, ഞാൻ ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട്, എങ്കിലും അറിയാവുന്നതാണ്. എന്തുവാ പ്രത്യേകത? കിങ്ഡം ഫഞ്ചിയിൽ വരുന്ന മെമ്പേഴ്സ് എല്ലാം മൾട്ടി സെല്ലുലാർ ആണ്, അല്ലേ? അതിൽ പെടുന്ന ഒരു യൂണിസെല്ലുലാർ ഫംഗസ് ആണ് ആരെന്ന് പറയുന്നത്? ഈസ്റ്റ്. ഇറ്റ് ബിലോങ്സ് ടു ആസ്കോമൈസെറ്റ്സ് ഗ്രൂപ്പ് ഓഫ് ഫഞ്ചി. ഫഞ്ചിയിലെ ആസ്കോമൈസെറ്റ് ഗ്രൂപ്പിൽ പെടുന്ന മെമ്പറായ ഈസ്റ്റ് ആണ് യൂണിസെല്ലുലാർ ഫോമിൽ ബഡ്ഡിങ് നടക്കുന്നതിന് എക്സാമ്പിളായിട്ട് നമ്മുടെ സിലബസിൽ പറഞ്ഞേക്കുന്നത്. അപ്പം നമ്മൾ പറഞ്ഞ മൾട്ടി സെല്ലുലാർ ലോവർ ഫോംസ് ആയ നിഡേറിയൻസിലെ ഹൈഡ്രയും യൂണിസെല്ലുലാർ ഫോംസിലെ ഈസ്റ്റുമാണ് നമ്മുടെ സിലബസ് പ്രകാരം ബഡ്ഡിങ്ങിന് എക്സാമ്പിളായിട്ട് പറഞ്ഞേക്കുന്നത്. ഈ ഹൈഡ്രയുടെ കേസിലാണെങ്കിൽ ഹൈഡ്ര റീപ്രൊഡക്റ്റീവ് മെച്യൂരിറ്റി അറ്റൈൻ ചെയ്ത് കഴിയുമ്പം ഇതൊരു പേരന്റ് ഹൈഡ്രയാണെന്ന് വിചാരിക്കുക. അതിന് ടെൻറ്റക്കിൾസും മറ്റ് ഫീച്ചേഴ്സും ഒക്കെ ഉള്ളതായിട്ട് അറിയാം. ഈ ഇരിക്കുന്ന ഹൈഡ്ര റീപ്രൊഡക്റ്റീവ് മെച്യൂരിറ്റി അറ്റൈൻ ചെയ്യുന്ന സമയത്ത് ബഡ്ഡിങ് നടത്താനാണെങ്കിൽ അവൻ്റെ പേരൻറ്റിൻ്റെ ശരീരത്തിൽ നിന്ന്, ഇതാണ് പേരന്റ് ഓർഗാനിസം എങ്കിൽ അതിൻ്റെ ശരീരത്തിൽ നിന്ന് ചെറിയൊരു മുഴ പോലത്തെ വസ്തു പുറത്തോട്ട് ഡെവലപ്പ് ചെയ്യും, ചെറിയൊരു ഔട്ട് ഗ്രോത്ത്. ദ പേരന്റ് ബോഡി വിൽ പ്രൊഡ്യൂസ് ആൻ ഔട്ട് ഗ്രോത്ത്. എന്നിട്ട് ആ മുഴ പോലത്തെ വസ്തുവിന് പേരന്റിന് എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടോ അതെല്ലാം ആർക്ക് ഡെവലപ്പ് ചെയ്യും? ഈ ഔട്ട് ഗ്രോത്തിനും ഡെവലപ്പ് ചെയ്യും. അതിന് ടെൻറ്റക്കിൾസ് ഉണ്ടെങ്കിൽ ടെൻറ്റക്കിൾസ് അങ്ങനെയുള്ള ഫീച്ചേഴ്സ് എല്ലാം ഇതിന് ഡെവലപ്പ് ചെയ്ത് വരും. ഈ ഔട്ട് ഗ്രോത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇത് ബഡ്. ഏത് പേര് വിളിക്കും? ബഡ്. എക്സാമിന് നമ്മുടെ ടെക്സ്റ്റിൽ ഹൈഡ്രയുടെ പടം തന്നിട്ട് ഇതേപോലെ ലേബൽ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ലേബലിങ് തന്നിട്ട് ചോദിക്കും ഐഡൻറ്റിഫൈ ദ സ്ട്രക്ചർ. അപ്പോൾ എഴുതേണ്ടി വരും ബഡ് എന്നുള്ള ലേബലിങ്. ഓർത്ത് വെച്ചോണം. അപ്പോൾ ഈ ഔട്ട് ഗ്രോത്തിനെ നമ്മൾ വിളിക്കുന്ന പേര് ഏതാണെന്ന് പറഞ്ഞാൽ ബഡ്. ബഡ് കുറച്ച് നാൾ പേരൻറ്റിൻ്റെ ശരീരത്തിൽ തന്നെ പറ്റിപ്പിടിച്ചിരുന്ന് വളർന്നിട്ട് ഒരു നിശ്ചിത വളർച്ച കഴിയുമ്പം അവൻ പേരൻറ്റിൻ്റെ ശരീരത്തിൽ നിന്ന് ഇളകി പുതിയൊരു ഓർഗാനിസമായിട്ട് അതങ്ങ് മാറും.
this bud will develops into a new organism. It develops into new organism. Okay, clear? Doubt illalla? മനസ്സിലായ കാര്യം പറഞ്ഞേ നോക്കി വെച്ചോളുക. അപ്പം ഒന്നുകൂടെ പറഞ്ഞേക്കാം. In Hydra, when it becomes matured, its parent body will produce an outgrowth. That outgrowth will develop all the features of the parent organism. We call that outgrowth as bud. But after a certain period of growth within the parent body, it will detaches from the parent body and develops into a new organism. Okay, അതായത് ഹൈഡ്ര റീപ്രൊഡക്റ്റീവ് മെച്യൂരിറ്റി അറ്റൈൻ ചെയ്യുമ്പം അതിൻ്റെ ശരീരത്തിൽ നിന്ന് ചെറിയൊരു ഔട്ട്ഗ്രോത്ത് ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരും. ഈ ഔട്ട്ഗ്രോത്തിന് പേരൻറ്റിന് എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടോ അതെല്ലാം അതിന് ഡെവലപ്പ് ചെയ്യും. ഈ ഔട്ട്ഗ്രോത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇത് ബഡ്. ഏത് പേര് വിളിക്കും? ബഡ്. ഇത് കുറച്ച് നാൾ പേരൻറ്റിൻ്റെ ശരീരത്തിൽ പറ്റിപ്പിടിച്ചിരുന്ന് വളർന്നതിന് ശേഷം ഇതെന്ത് ചെയ്യും? വളർച്ച ഏകദേശം പൂർത്തീകരിച്ച് കഴിയുമ്പം ഇതിൽ നിന്ന് ഇളകി താഴെ വീണ് പുതിയൊരു ഓർഗാൻസുമായിട്ട് ഇതങ്ങ് മാറും. മനസ്സിലാവേ? ആ റീപ്രൊഡക്ഷനെയാണ് നമ്മൾ ഏതെന്ന് വിളിക്കും? ബഡിങ്. ഇത് ആരുടെ കേസിലെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്? ഹൈഡ്ര. ഓക്കെ, അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് ഈസ്റ്റിനകത്ത് നടക്കുന്ന ബഡിങ്ങിൻ്റെ കാര്യമാണ്. ഈസ്റ്റ് ആണ്ടത് ഒരു യൂണിസെല്ലുലാർ ആണ്. നേരത്തെ പറഞ്ഞ മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള ലോവർ ഫോമായ ഹൈഡ്രയുടെ കാര്യമാണ്. ഇതാരാണ്? ഈസ്റ്റ്. ഇറ്റ് ഈസ് എ യൂണിസെല്ലുലാർ ഫോം. ഇത് ഈസ്റ്റിൻ്റെ പേരൻറ് സെല്ലാണ്. മനസ്സിലായി? ഇതാണ് അതിൻ്റെ മാതൃകോശം അല്ലെങ്കിൽ പേരൻറ് സെല്ല്. ഈ ഇരിക്കുന്ന ഈസ്റ്റ് വളർച്ച പൂർത്തീകരിച്ച് കഴിയുമ്പോൾ ബഡിങ് നടത്താനാണെങ്കിൽ അവൻ എന്ത് ചെയ്യും? അതിൻ്റെ ഫസ്റ്റ് ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്ത് രണ്ടാവും. മനസ്സിലായി? എന്നിട്ട് ഇതിൽ നിന്ന് അതിൻ്റെ പേരൻറ് സെല്ലിൽ നിന്ന് ചെറിയൊരു ഔട്ട്ഗ്രോത്ത് പ്രൊഡ്യൂസ് ചെയ്യും, എ സ്മോൾ ഔട്ട്ഗ്രോത്ത്. ഈ ന്യൂക്ലിയസ് ഇതിനകത്തോട്ട് മൈഗ്രേറ്റ് ചെയ്ത് ഇതിനകത്തുള്ള കണ്ടൻസും മറ്റു കുറച്ച് സാധനങ്ങളൂടെ, അതായത് ഇതിനകത്തുള്ള ന്യൂക്ലിയസും ഈ പറഞ്ഞ ന്യൂക്ലിയസിനൊപ്പം കുറച്ച് സൈറ്റോപ്ലാസും എല്ലാം കൂടി ഇതിനകത്തോട്ട് മൈഗ്രേറ്റ് ചെയ്യും. എന്നിട്ട് ഇതെന്ത് ചെയ്യും? ഇവിടെ വെച്ച് ഇതിനെ സെപ്പറേറ്റ് ചെയ്യും. വി കോൾ ദീസ് ഔട്ട്ഗ്രോത്ത് ആസ് ബഡ്. ഏത് പേര് വിളിക്കും? ബഡ്. മനസ്സിലായി? ഇത് കുറച്ച് നാള് ഈ ഈസ്റ്റിന്റെ ശരീരത്തിന് പറ്റിപ്പിടിച്ച് ഇങ്ങനെ വളർന്നതിന് ശേഷം ഇവൻ ഇതിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ഡിറ്റാച്ച് ചെയ്ത് ഇതെന്തായിട്ട് മാറുന്നു? ഇറ്റ് ഡെവലപ്സ് ഇൻടു എ ന്യൂ ഈസ്റ്റ് ഓർഗാനിസം. ഓക്കെ, ഇവിടുത്തെ ഒരു പ്രത്യേകത എന്തുവാന്ന് വെച്ചാൽ, നമ്മൾ ബൈനറി ഫിഷൻ പഠിച്ചിരുന്ന സമയത്ത് ഇതൊരു സെല്ലാണെങ്കിൽ ബൈനറി ഫിഷൻ നടക്കുന്ന സമയത്ത് അവൻ്റെ ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്ത് എത്ര ആയിട്ട് മാറും? 2 ന്യൂക്ലിയസ് ആയിട്ട് മാറൂലേ? ആ 2 ന്യൂക്ലിയസ് എന്ത് ചെയ്യുന്നു? അടുത്തതിൽ അവൻ്റെ, അതായത് ന്യൂക്ലിയർ ഡിവിഷൻ കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇവൻ്റെ സൈറ്റോപ്ലാസം കറക്റ്റ് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് ഇതെന്തായിട്ട് മാറുന്നത്? 2 പുതിയ ജീവജാലങ്ങളായിട്ട് മാറുന്നത്. ആ ഒരു ഉണ്ടാകുന്ന ബൈനറി ഫിഷന്റെ ഫലമായിട്ടുണ്ടാകുന്ന ആ 2 സെല്ലും എങ്ങനെ ആയിരിക്കും? ഒരേ വലിപ്പമായിരിക്കും, ഒരേപോലത്തതുമായിരിക്കും, അല്ലേ? എന്നാൽ ഇവിടെ അങ്ങനല്ല. നമുക്കറിയാം ബഡിങ് എവിടെ നടക്കുമ്പോൾ യൂണിസെല്ലുലാർ ഫോമായ ഈസ്റ്റിൽ നടക്കുമ്പം ഒരു സെൽ ഡിവിഷൻ തന്നെയാണ് അവിടെയും നടന്നത്. അതായത് അവൻ്റെ ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്ത് രണ്ടാകുന്നു. അതിനൊപ്പം അവിടെ ഒരു ചെറിയൊരു ഔട്ട്ഗ്രോത്ത് ഡെവലപ്പ് ചെയ്യുന്നു. ആ ന്യൂക്ലിയസും ഇവൻ്റെ കുറേ സെല്ലുലാർ കമ്പോണൻസോട് അതിനകത്തോട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നു. അത് അതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുന്നു, അല്ലേ? അതിൻ്റെ ഫലമായിട്ട് ഇവിടെ 2 യൂണിസെല്ലുലാർ സ്ട്രക്ചേഴ്സ് ആണ്, അതായത് 2 സെല്ലുകളാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇവിടെയും നടന്ന ഒരു സെൽ ഡിവിഷൻ തന്നെയാണ്. പക്ഷേ ഈസ്റ്റിനകത്ത് ബഡിങ് നടക്കുമ്പോൾ നടക്കുന്ന സെൽ ഡിവിഷൻ ഈക്വൽ സെൽ ഡിവിഷൻ അല്ല. ഏതാണ്? ദ ഡിവിഷൻ ഈസ് അൺഈക്വൽ. ഏതാണ്? അൺഈക്വൽ. അതിൻ്റെ ഫലമായിട്ടാണ് അവിടെ ആരുണ്ടാകുന്നത്? ബഡ്. നമ്മൾ ബഡിങ്ങിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ആ ബഡിങ്ങിനെ നമ്മൾ എത്ര ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്? 2 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിലൊന്നാണ് എക്സോജീനസ് ബഡിങ്ങും രണ്ടാമത്താണ് ഏതെന്ന് പറയുന്നത് എൻഡോജീനസ് ബഡിങ്. ഏതാണ്? എൻഡോജീനസ് ബഡിങ്. പിന്നെ അതേപോലെ എക്സോജീനസ് ബഡിങ്ങിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് നമ്മൾ നേരത്തെ പഠിച്ച ബഡിങ്. അതായത് സാധാരണ നമുക്കറിയാവുന്ന ബഡിങ് ഏതാണോ അത്, അതിനെയാണ് നമ്മൾ ഏത് പേര് വിളിക്കും? എക്സോജീനസ് ബഡിങ്. സോ വി ക്യാൻ കോൾ ഇറ്റ് ആസ് എ നോർമൽ ബഡിങ്. അതേപോലെ രണ്ടാമത്തെ എൻഡോജീനസ് ബഡിങ്ങിനെ വിളിക്കുന്ന മറ്റു പേരുകളാണ് ഇന്റേണൽ ബഡിങ് അല്ലെങ്കിൽ ജെമുലേഷൻ. നമുക്ക് ബഡിങ് എന്തുവാണെന്ന് അറിഞ്ഞിരിക്കുക. ആ ബഡിങ്ങിനെയാണ് നമ്മൾ ഏത് പേര് വിളിച്ചത്? എക്സോജീനസ് ഓർ നോർമൽ ബഡിങ്. അവിടെ നമുക്കറിയാം സാധാരണ ഒരു പേരന്റിന്റെ ശരീരത്തിൽ ബഡ് ഉണ്ടാകുന്നത് എങ്ങോട്ടാണ്? ശരീരത്തിൽ നിന്ന് പുറത്തോട്ടാണ് ബഡ് ഉണ്ടാകുന്നത്, അല്ലേ? കുറച്ച് നാൾ അവിടെ വളർന്നതിന് ശേഷം അത് ഡിറ്റാച്ച് ചെയ്ത് പുതിയൊരു ഓർഗാനിസമായിട്ട് മാറും. അതാണ് നോർമൽ ബഡിങ്. അതിനെയാണ് നമ്മൾ ഏത് ബഡിങ് എന്ന് വിളിക്കുക? എക്സോജീനസ് ബഡിങ്. എക്സോ മീൻസ് പുറമേ നിന്നാണ്. ദ ബഡ് ഈസ് സീൻ ഓൺ ദി സർഫസ് ഓഫ് ദി പേരന്റ് ബോഡി. ഓക്കെ, പേരന്റിന്റെ സർഫസിൽ ബഡ് ഉണ്ടാവുകയാണെങ്കിൽ അതിനെ നമുക്ക് ഏത് പേര് വിളിക്കാന്നാണ്? എക്സോജീനസ് ബഡിങ്. നമ്മൾ നേരത്തെ പഠിച്ച എക്സാമ്പിൾ ആയ ഹൈഡ്ര അതേപോലെ തന്നെ ഈസ്റ്റ് ഒക്കെയാണ് ഇതിന് എക്സാമ്പിൾ.
ഓക്കെ, അപ്പോൾ ഓർത്തോണം, ബഡിങ് എന്ന് നിങ്ങളോട് ചോദ്യം വന്നാൽ ഉടനെ ഓർക്കേണ്ട ഏത് ബഡിങ് ആണ്? എക്സോജീനസ് ആണ്. അതാണ് എക്സോജീനസ് ബഡിങ് എന്ന് പറയുന്നത് നോർമൽ ബഡിങ് തന്നെയാണ്. അപ്പം ആ ബഡിങ്ങിന് എക്സാമ്പിൾ ആയിട്ടാണ് ആരെയൊക്കെ നമ്മുടെ സിലബസ് പ്രകാരം പറഞ്ഞിരിക്കുന്ന ഹൈഡ്രയും ഈസ്റ്റും. ഓക്കെ, ഇനി അതേപോലെ നമ്മുടെ എക്സാമിന് മറ്റൊരു ചോദ്യമുണ്ട്. അത് ഞാൻ ഇവിടെ മനസ്സിലാകാൻ വേണ്ടിയാണ് ഇങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു പോകുന്നത്. അത് അത്രയും ഡീറ്റെയിൽഡ് നോക്കിയില്ലെങ്കിലും അതിൻ്റെ ആ പ്രധാനപ്പെട്ട പോയിന്റ് ഓർത്തോണം, അത് പറയാം ഏതാണെന്നുള്ളത്. രണ്ടാമത്തെ ബഡിങ് ആണ് ഏത്? എൻഡോജീനസ് ബഡിങ്. ഏതാണ് എൻഡോജീനസ് ബഡിങ്? അല്ലെങ്കിൽ അതിനെ ഇന്റേണൽ ബഡിങ്, അല്ലെങ്കിൽ ഏത് പേര് വിളിക്കും? ജെമുലേഷൻ. ഇത് സാധാരണ വളരെ റെയർ ആണ്. നോർമൽ ബഡിങ് ആണ് കോമൺ, ഇത് വളരെ റെയർ ആണ്. ചില ജീവജാലങ്ങളിൽ അവന് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരുമ്പോൾ മാത്രമാണ് അവൻ ഏത് പ്രിഫർ ചെയ്യുന്നത്? എൻഡോജീനസ് ബഡിങ്, അല്ലെങ്കിൽ ഏതാണ്? ഇന്റേണൽ ബഡിങ് ഓർ ജെമുലേഷൻ. ഓക്കെ, അതിന് അങ്ങനെ അവൻ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്റേണൽ ബഡിങ്ങിന്റെ ഫലമായിട്ട് അല്ലെങ്കിൽ എൻഡോജീനസ് ബഡിങ്ങിന്റെ ഫലമായിട്ട് അവൻ ഉൽപ്പാദിപ്പിക്കുന്ന ആ ബഡാണ് നമ്മുടെ ടെക്സ്റ്റിൽ പറഞ്ഞേക്കുന്നത് ജെമ്യൂൾസ്. ഏതാണ്? ജെമ്യൂൾസ്. അത് സാധാരണ സ്പോഞ്ചസിൽ വരുന്ന മെമ്പേഴ്സ് ആണ് കാണിക്കുക. അതിലും എല്ലാ സ്പോഞ്ചസും ഇല്ല, ചില സ്പോഞ്ചുകൾ. അതിലൊരു സ്പോഞ്ചാണ് നമുക്കറിയാം. നിങ്ങൾ കഴിഞ്ഞ വർഷം അനിമൽ കിങ്ഡം പഠിച്ചപ്പം ഫൈലം പോരിഫറ പഠിച്ചപ്പം അതിനകത്ത് വരുന്ന എല്ലാ മെമ്പേഴ്സും മറൈനാണ്. എന്നാൽ ഒരേ ഒരു ഫ്രഷ് വാട്ടർ ഫോം ഉണ്ട്, അതിൻ്റെ പേരാണ് സ്പോഞ്ചില്ല. ഏതാണ്? സ്പോഞ്ചില്ല. അവൻ ഏത് മെത്തേഡ് കാണിക്കുന്നുണ്ട്? ഈ പറയുന്ന ജെമുലേഷൻ അല്ലെങ്കിൽ എൻഡോജീനസ് ബഡിങ് കാണിക്കുന്നുണ്ട്. അവന് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വരുമ്പം അവൻ ബഡിനെ പുറത്തോട്ടല്ല പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഇറ്റ് വിൽ പ്രൊഡ്യൂസ് സർട്ടൻ ഇന്റേണൽ ബഡ്സ്, അകത്തോട്ട് ബഡുകളെ പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ദാറ്റ് ബഡ് ഈസ് കോൾഡ് ആസ് ഇന്റേണൽ ബഡ്സ് ഓർ വി കോൾ ഇറ്റ് ആസ് ജെമ്യൂൾസ്. ഈ അകത്തോട്ടുണ്ടാകുന്ന ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം വരുമ്പം സ്പോഞ്ചസിൽ വരുന്ന സ്പോഞ്ചില്ല പോലത്തെ മെമ്പേഴ്സുകൾ അകത്തോട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ബഡുകൾ, ആ ഇന്റേണൽ ബഡുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇത് ജെമ്യൂൾസ്. ഓക്കെ, ആ ജെമ്യൂൾസിന് ജീവിക്കാൻ പറ്റാത്ത കാലാവസ്ഥയെ അതിജീവിക്കാൻ പറ്റും. എപ്പം അവന് ജീവിക്കാൻ അനുകൂലമായ സാഹചര്യം വരുന്നു അന്നേരം അത് പുതിയൊരു ജീവിയായിട്ട് അവനങ്ങ് മാറും. മനസ്സിലായി? അതിനെയാണ് നമ്മൾ ആ ജെമ്യൂൾസിനെ ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയ കൊണ്ടാണ് ജെമുലേഷൻ, അല്ലെങ്കിൽ ആ ബഡിങ്ങിനെ ഇന്റേണൽ ബഡിങ്, അല്ലെങ്കിൽ എൻഡോ മീൻസ് ഉള്ളിൽ നിന്നാണ്, ബഡ് അകത്തോട്ട് കാണുന്നതുകൊണ്ടാണ് ഏത് പേര് വിളിച്ചത്? എൻഡോജീനസ് ബഡിങ് അല്ലേ? ബഡ് ഓർ ജെമ്യൂൾ. ആ ബഡിനെ നമ്മൾ വിളിച്ച പേര് ഏതാണെന്ന് പറഞ്ഞാൽ ആ ഇന്റേണൽ ബഡ്സിനെയാണ് ജെമ്യൂൾസ് എന്ന് വിളിക്കും. ജെമ്യൂൾ ഈസ് സീൻ ഇൻസൈഡ് ദ പേരന്റ് ബോഡി. ഓക്കെ, അതിന് എക്സാമ്പിൾ ആണ് ഏത്? സ്പോഞ്ചസ്. അതിൽ മെയിനായിട്ട് ഏതാണ്? സ്പോഞ്ചില്ല. ഓക്കെ, നമ്മുടെ ടെക്സ്റ്റിനകത്ത്, നമ്മുടെ SCERT അല്ലെങ്കിൽ NCERT ടെക്സ്റ്റിനകത്ത് സ്പോഞ്ചില്ലയോ എൻഡോജീനസ് ബഡിങ്ങോ ഒന്നുമില്ല. അതിനകത്ത് ജെമ്യൂൾസ് എന്ന് പറഞ്ഞാൽ ആരുടെ പ്രത്യേകതയാണെന്ന് മാത്രം ഓർത്ത് വെക്കുക, സ്പോഞ്ചസിൻ്റെ. അതിൻ്റെ ആ പ്രത്യേകതകൾ കാര്യം പറഞ്ഞെന്നുള്ളേ ഉള്ളൂ, കാര്യം പറഞ്ഞ പിടി കിട്ടിയല്ലോ. ഇനി അതിനകത്ത് ജസ്റ്റ് ഒന്ന് കാര്യം മനസ്സിലാകാൻ ഒരു ചെറിയ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ കൂടെ കാണിച്ചേക്കാം. എക്സോജീനസ് ബഡിങ് ആകുമ്പം ഇതൊരു പേരന്റ് ഓർഗാനിസമായ ഹൈഡ്ര പോലത്തെ മെമ്പർ ആണെങ്കിൽ അവിടെ ബഡ് നമുക്കറിയാം ഉണ്ടാകുന്ന എങ്ങോട്ടായിരിക്കും? ശരീരത്തിൽ നിന്ന് പുറത്തോട്ട് ഇങ്ങനെ ആയിരിക്കും ആരുണ്ടാകുക? ബഡ് അല്ലേ? ഇതിനെയാണ് നമ്മൾ ഏത് ബഡിങ് എന്ന് വിളിച്ചത്? നോർമൽ ബഡിങ് ആയ എക്സോജീനസ് ബഡിങ്. ഓക്കെ, എന്നാൽ നമ്മുടെ ഏതിന്റെ കേസിൽ എൻഡോജീനസ് ബഡിങ്, സ്പോഞ്ചില്ല അല്ലെങ്കിൽ സ്പോഞ്ചസിന്റെ കേസിലൊക്കെ ആണെങ്കിൽ ഇതാണ് അവന്റെ ശരീരം എന്ന് വിചാരിക്കുക. നമുക്കറിയാം പോരിഫ്രയിൽ വരുന്നതാണ്. സോ അവന്റെ ശരീരത്തിന് 2 ലെയർ ആയിട്ടുള്ള കവറിംഗ് ഉണ്ട് അല്ലേ? 2 ലെയർഡ് ബോഡി വോൾ ആണ്. അതിന്റെ ശരീരം മൊത്തവും ഓപ്പണിങ്സുകളുണ്ട്. വി കോൾ ദാറ്റ് ഓപ്പണിംഗ് ആസ് ഓസ്റ്റിയ. നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ഇത് സ്പോഞ്ചോസിൽ, ഇത് ഓസ്കുലോ എന്നൊക്കെ പറഞ്ഞ് പഠിച്ചാണ്. നമുക്ക് അതൊന്നും ഇപ്പൊ ഇവിടെ ആവശ്യമില്ല. ഇതാണ് അവന്റെ ശരീരമെങ്കിൽ അവന് ജീവിക്കാൻ പറ്റാത്ത, ഇത് പാറയിലൊക്കെ പറ്റിപ്പിടിച്ചാണ് വളരുന്നത്. അപ്പൊ ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വരുമ്പോൾ അവൻ പുറത്തോട്ട് ബഡിനെ പ്രൊഡ്യൂസ് ചെയ്യേണ്ടതിന് പകരം അവൻ ചെയ്യുന്നത് എന്തുവാ? ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം വരുമ്പോൾ ഇറ്റ് വിൽ പ്രൊഡ്യൂസ് സർട്ടൻ ഇന്റേണൽ ബഡ്സ്. അകത്തോട്ട് അവൻ ഇങ്ങനെ ബഡുകളെ പ്രൊഡ്യൂസ് ചെയ്യും. ഇഷ്ടം പോലെ ഇങ്ങനെ ഉള്ളിലോട്ട്, അവന്റെ ശരീരത്തിന് ഉള്ളിലോട്ട് ഇങ്ങനത്തെ ബഡുകളെ പ്രൊഡ്യൂസ് ചെയ്യും. വി കോൾ ദാറ്റ് ഇന്റേണൽ ബഡ്സ് ആസ്. ഈ അകത്തോട്ടുണ്ടാകുന്ന ഈ ഇന്റേണൽ ബഡ്സിനെയാണ് നമ്മൾ ഏത് പേരിട്ട് വിളിക്കുന്നത്? ജെമ്യൂൾസ്. ഏത് പേര് വിളിക്കും? ജെമ്യൂൾസ്. ഓർ വി കോൾ ഇറ്റ് ആസ് ഇന്റേണൽ ബഡ്സ്. അതിനെ കോമൺ ആയിട്ട് അകത്തോട്ടുണ്ടാകുന്ന ബഡ് ആയതുകൊണ്ട് നമുക്ക് അതിനെ ഏത് പേരും വിളിക്കാം? ഇന്റേണൽ ബഡ്സ് എന്നും വിളിക്കാം. ഓക്കെ, ഇത് അവന് ജീവിക്കാൻ അനുകൂലമായ സാഹചര്യം വരുന്ന സമയത്ത് when the return of favorable season each gemule will develop into a new organism. ഓക്കെ, അപ്പം 2 തരത്തിലെ ബഡിങ് പിടികിട്ടിയല്ലോ. നമ്മുടെ സിലബസ് പ്രകാരം നമ്മളോട് ചോദ്യം വരിക എൻഡോജീനസ് ബഡിങ്ങും എക്സോജീനസ് ബഡിങ്ങും ഒന്നും ചോദിക്കൂല. ബഡിങ്ങിന് എക്സാമ്പിൾ ഏതാണെന്ന് ചോദിച്ചാൽ ഏതൊക്കെ എഴുതുക? ബഡിങ് എന്ന് ഉദ്ദേശിക്കുന്ന ഇവനെയാണ്. അതിന് എക്സാമ്പിൾ നോർമൽ ബഡിങ് ആയ എക്സോജീനസ് ആണ്. അപ്പൊ ബഡിങ്ങിന് എക്സാമ്പിൾ ആരൊക്കെയാണ്? ഹൈഡ്രയും ഈസ്റ്റും അല്ലേ? അതേപോലെ ഇന്റേണൽ ബഡിങ് എന്നോ ഇന്റേണൽ ബഡ്സ് എന്നോ ഒന്നും ആയിരിക്കില്ല ചോദിക്കുന്നത്. എൻഡോജീനസ് ബഡിങ് എന്ന് ചോദിക്കില്ല. ജെമ്യൂൾസ്. ജെമ്യൂൾസിന് എക്സാമ്പിൾ അല്ലെങ്കിൽ ജെമ്യൂൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓർഗാനിസം ഏതാണെന്ന് ചോദിച്ചാൽ ഏത് എഴുതിയാൽ മതി? സ്പോഞ്ചില്ലായും എഴുതണമെന്നില്ല. നമ്മുടെ സിലബസ് പ്രകാരം നമ്മുടെ SCERT അല്ലെങ്കിൽ NCERT ടെക്സ്റ്റിൽ സ്പോഞ്ചില്ല പറയുന്നില്ല, ഏതെന്നേ പറയുന്നുള്ളൂ? സ്പോഞ്ചസ്. ഓക്കെ, ബാക്കി ഡീറ്റെയിൽസ് ഓർത്ത് വെക്കുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം കോമ്പറ്റേറ്റീവ് എക്സാമിന് എവിടെയെങ്കിലും ഒക്കെ പ്രയോജനപ്പെടും. അതുകൊണ്ട് അത് പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. കാര്യം പറഞ്ഞത് മനസ്സിലായല്ലോ. ഇത് നോർമൽ ബഡിങ്, ഇത്
certain organism at the time of unfavorable season, they will produce certain internal buds. We call that internal buds as gemmules. Example, sponges. Okay, അവന് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം വിൻ്ററും സമ്മർ സീസണും ഒക്കെയാണ്. വെള്ളം കുറവുള്ള സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ജീവിക്കാൻ അനുകൂലം അല്ലാത്ത സാഹചര്യങ്ങളാണ് ഈ പറഞ്ഞത്. ഓക്കെ, അടുത്ത നമ്മുടെ ഒരു റീപ്രൊഡക്റ്റീവ് മെത്തേഡാണ് ഇത്, അസെക്ഷൽ റീപ്രൊഡക്റ്റീവ് മെത്തേഡാണ് ഇതെന്ന് പറയുന്നത് ഫ്രാഗ്മെൻറ്റേഷൻ. ഏതാണ് ഫ്രാഗ്മെൻറ്റേഷൻ? നമ്മൾ കേട്ട് പരിചിതമാണ്. ഫസ്റ്റ് ഇയറിൽ പല പല ചാപ്റ്ററിൽ പ്ലാന്റ് കിങ്ഡത്തിലും ആനിമൽ കിങ്ഡത്തിലും അതേപോലെ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിലും ഒക്കെ നമ്മൾ കേട്ട് പരിചിതമായ ഒരു ടേമാണ് ഇതെന്ന് പറയുന്നത് ഫ്രാഗ്മെൻറ്റേഷൻ. ഫഞ്ചയിലൊക്കെ കേട്ടിട്ട് ആൽഗെ, ഫഞ്ചൈ അതേപോലുള്ള മെമ്പേഴ്സിലൊക്കെ. അപ്പോൾ ഫ്രാഗ്മെൻറ്റേഷൻ സാധാരണ നടക്കുന്ന ജീവജാലങ്ങൾക്ക് എക്സാമ്പിളാണ് ഞാൻ എഴുതി വെച്ചേക്കുന്നത്. അതിലൊന്നാണ് ആൽഗെ, മറ്റൊന്നാണ് ഫഞ്ചൈ, അതേപോലെ മറ്റൊരു ഗ്രൂപ്പാണ് ഇത് ബ്രയോഫൈറ്റ്സ്. ആൻഡ് ദ ലാസ്റ്റ് നമ്മുടെ സിലബസ് പ്രകാരം നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തേക്കുന്ന എക്സാമ്പിൾ ആണ് ഏതെന്ന് പറയുന്നത് ഹൈഡ്ര. ഏതാണ് ടെക്സ്റ്റിൽ കൊടുത്തേക്കുന്ന എക്സാമ്പിൾ? ഹൈഡ്ര ഫ്രാഗ്മെൻറ്റേഷൻ. മറ്റ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ആയതുകൊണ്ട് മാത്രം അത് എക്സാമ്പിളായിട്ട് ഞാനിവിടെ ആഡ് ഓൺ ചെയ്തെന്നുള്ളേ ഉള്ളൂ. അപ്പോൾ ഫ്രാഗ്മെൻറ്റേഷൻ ഒരു കോമൺ ടൈപ്പ് ഓഫ് asexual reproduction ആണെന്ന് പറഞ്ഞു അല്ലേ. ഇറ്റ് ഈസ് എ കോമൺ ടൈപ്പ് ഓഫ് asexual reproduction seen in certain lower forms like algae, fungi, bryophytes and cnidarians like hydra. ഓക്കെ, അപ്പം ഇതാണ് അതിന് എക്സാമ്പിൾ. ഫ്രാഗ്മെൻറ്റേഷൻ എന്തുവാന്ന് പറയാം? ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണിപ്പം ഒരു താലസ് എങ്കിൽ ഇതാണ് ഒരു പ്ലാന്റ് ബോഡി അല്ലെങ്കിൽ ഒരു ഓർഗാനിസത്തിൻ്റെ ശരീരം ഇതാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ അവൻ്റെ ബോഡി കുറേ കഷ്ണങ്ങളായിട്ട് മുറിയുകയാണെങ്കിൽ ഈച്ച് ബിറ്റ് ഈസ് കോൾഡ് ആസ്, അതിലെ ഓരോ ബിറ്റിനെയും നമ്മൾ വിളിക്കുന്ന പേരാണ് ഏത്? ഈച്ച് ബിറ്റ് ഈസ് കോൾഡ് ആസ് ഫ്രാഗ്മെന്റ്സ്. നമ്മൾ ഏത് പേര് വിളിക്കും? ഫ്രാഗ്മെന്റ്സ്. ഓക്കെ, ഈ ഓരോ ഫ്രാഗ്മെന്റും എന്തായിട്ട് മാറും? ഈച്ച് ഫ്രാഗ്മെന്റ് ഡെവലപ്സ് ഇൻടു എ ന്യൂ ഓർഗാനിസം. എന്തായിട്ട് മാറുമെന്ന് പറഞ്ഞാൽ ഒരു പുതിയ ജീവിയായിട്ട് മാറും. ആ മെത്തേഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഏത്? ഫ്രാഗ്മെന്റേഷൻ. ഏത് പേര് വിളിക്കും? ഫ്രാഗ്മെന്റേഷൻ. ദാറ്റ് മീൻസ് ഫ്രാഗ്മെന്റേഷൻ ഈസ് എ ടൈപ്പ് ഓഫ് asexual reproduction in which if a plant body splits up into numerous fragments, each fragment will develop into a new organism. That reproductive method is called as fragmentation. ഇവിടെയും നമ്മൾ ഈ പറയുന്ന പോലെ ഒരു പേരിന് മതി, ഗ്യാമേറ്റ്സുകൾ ഉൽപ്പാദിപ്പിക്കുന്നില്ല, സെക്സ് സെൽസ് ഒന്നും പ്രൊഡ്യൂസ് ചെയ്യാത്തതുകൊണ്ട് ഇതിനെ നമുക്ക് ഏത് റീപ്രൊഡക്ഷൻ ആക്കാം? അസെക്ഷൽ റീപ്രൊഡക്ഷൻ. ഓക്കെ, അടുത്ത നമുക്ക് എടുക്കാനുള്ള രണ്ട് റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സുകളാണ്. ഒന്ന് സൂസ്പോഴ്സും മറ്റൊന്നാണ് ഏത്? കൊണീഡിയ. ഏതൊക്കെയാണ്? സൂസ്പോഴ്സും പിന്നെ ഏതാണ്? കൊണീഡിയ. അത് പറയുന്നതിന് മുമ്പ് അതിൻ്റെ പ്രത്യേകതകളൊക്കെ പറഞ്ഞു വരുന്നതിന് മുമ്പ് ജനറലായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂസ്പോഴ്സും കൊണീഡിയ ആയിട്ടുള്ള നമുക്കറിയാവുന്നതാണ്. കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. നമുക്കറിയാം അസെക്ഷൽ റീപ്രൊഡക്റ്റീവ് മെത്തേഡ് അല്ലെങ്കിൽ അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് കേട്ടാൽ നമ്മുടെ പെട്ടെന്ന് നമ്മുടെ അസെക്ഷൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് എന്നൊക്കെ കേട്ടാൽ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്ന ഒരു റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ആണ് ആരെന്ന് പറയുന്നത്? സ്പോർസ്. ആരാണ്? സ്പോർസ്. സ്പോർസ് രണ്ട് രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. ചില മെമ്പേഴ്സിൽ അത് എൻഡോജീനസ് ആയിരിക്കും. എൻഡോജീനസ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു സഞ്ചിക്കുള്ളിൽ അല്ലെങ്കിൽ ഒരു സെല്ലിനുള്ളിലായിരിക്കും അതിനെ പ്രൊഡ്യൂസ് ചെയ്യുക. അങ്ങനെ എൻഡോജീനസ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന കേസുണ്ട്. ചില കേസിൽ അങ്ങനല്ല. എങ്ങനെയായിരിക്കും? ഒരു റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സിൽ നിന്ന് പുറത്തോട്ട് ഇങ്ങനെ ഉണ്ടായി വരും. മനസ്സിലായി? അപ്പോൾ പുറത്തോട്ട് അവനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന വേറൊരു മാർഗ്ഗമുണ്ട്. അങ്ങനെ രണ്ട് രീതിയിൽ സ്പോർട്സുകളെ പ്രൊഡ്യൂസ് ചെയ്യാം. ഒന്നെങ്കിൽ ഒരു സെല്ലിനുള്ളിൽ അല്ലെങ്കിൽ ഒരു സഞ്ചിക്കുള്ളിൽ, അല്ലെങ്കിൽ അല്ലാതെ പുറത്തോട്ട് ഇങ്ങനെ സ്പോർട്സുകൾ ഉണ്ടായി വരും. അതിൽ ഉള്ളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെ എൻഡോജീനസ് എന്ന് വിളിക്കും. എൻഡോജീനസ്ലി പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പോർട്സുകളുണ്ട്. അതേപോലെ എക്സോജീനസ് ആയിട്ടും പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പോർട്സുകളുണ്ട്. ഓക്കെ, അതിൽ എൻഡോജീനസ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പോർട്സ് ഇതാണ് അതിൻ്റെ ശരീരമെങ്കിൽ, ഒരു ആൽഗെ അല്ലെങ്കിൽ ഒരു ഫഞ്ചിയുടെ ശരീരമെങ്കിൽ അതിൽ നിന്ന് നേരെ ഒരു ഹൈഫേ അല്ലെങ്കിൽ നേരെ ഒരു സ്ട്രക്ചർ ഉണ്ടായിട്ട് അതിനകത്തൂടെ ഇതിൻ്റെ കണ്ടൻസ് എല്ലാം കൂടെ മുകളിലോട്ട് കയറിപ്പോയി മുകളിൽ ഒരു ചെറിയ ബലൂൺ പോലത്തെ സ്ട്രക്ചർ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യും. ആ ബലൂൺ പോലത്തെ സ്ട്രക്ചറിനെ നമ്മൾ ഏത് പേര് വിളിക്കും? സ്പൊറാഞ്ചിയം. ഈ സ്ട്രക്ചറിനെ നമ്മൾ വിളിക്കുന്ന പേര് ഏതാണെന്നാണ്? ഇതിനെ വിളിക്കുന്ന പേരാണ് ഇത് സ്പൊറാഞ്ചിയം. അതിനുള്ളിൽ കയറിയ ആ കണ്ടന്റ് എല്ലാം കൂടെ ഓരോ യൂണിന്യൂക്ലിയേറ്റ് ബിറ്റുകളായിട്ട് മാറിയിട്ട് ആ ഓരോ യൂണിന്യൂക്ലിയേറ്റ് ചെറിയ പീസുകളായിട്ട് മാറിയിട്ട് അത് ഓരോന്നും അതിൻ്റെ ചുറ്റും സെൽവോളും പ്ലാസ്മ മെംബ്രെയിനും സെൽവോളും എല്ലാം സെക്രീറ്റ് ചെയ്തിട്ട് അതെന്തായിട്ട് മാറും? സ്പോർട്സുകളായിട്ട് മാറും. അപ്പൊ ഇത് സ്പോർട്സ് അതിനെ സറൗണ്ട് ചെയ്തോടും കാണുന്ന ആ സഞ്ചി പോലത്തെ വസ്തുവിനെ നമ്മൾ ഏത് പേര് വിളിക്കും? സ്പൊറാഞ്ചിയം. ഇപ്പം ചില യൂണിസെല്ലുലാർ ആയിട്ടുള്ള ആൽഗൽ ഫോംസിലും ഇതേപോലെ തന്നെ സ്പോറുകളെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അവിടെ ഈ പറയുന്നതിലൂടെ കമ്പൊന്നുമില്ല. അവിടെ ആകെപ്പാടെ അതിൻ്റെ കേസിൽ ആകെപ്പാടെ ഒരു
സെല്ല് മാത്രമാണ് അവൻ്റെ ശരീരം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ആ സെല്ല് എന്തായിട്ട് അങ്ങ് മാറും, അല്ലെങ്കിൽ ആ സെൽ വോളും എല്ലാം കൂടെ എന്തായിട്ട് അങ്ങ് മാറും, സ്പൊറാഞ്ചിയുമായിട്ടും അതിൻ്റെ ഇന്റേണൽ കണ്ടൻസ് എല്ലാം കൂടെ എന്തായിട്ട് മാറുകയും ചെയ്യും, സ്പോർട്സുകളായിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ഇത് എൻഡോജീനസ്. ഓക്കെ, ആ എൻഡോജീനസ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പോർട്സ് ചിലപ്പോൾ മെച്യൂർ ആകുമ്പോൾ അവനെ റിലീസ് ചെയ്യുന്ന ടൈമിൽ, അല്ലെങ്കിൽ അത് ആ സ്പൊറാഞ്ചിയം പൊട്ടി പുറത്ത് വരുന്ന സമയത്ത് അതിന് ചിലപ്പം ചലിക്കാനുള്ള ചില അവയവങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യും. സീലിയ, ഫ്ലജല പോലത്തെ മോട്ടൈൽ ഓർഗൻസുകൾ അതിന് ഡെവലപ്പ് ചെയ്യും. അങ്ങനെ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് എൻഡോജീനസ്ലി പ്രൊഡ്യൂസിങ് മോട്ടൈൽ സ്പോർട്സ്, നമുക്കറിയാം മോട്ടിലിറ്റി എന്ന് പറയുന്നത് അതുമായിട്ട് മോട്ടൈൽ എന്നുള്ള ടേം അല്ലെങ്കിൽ അതേ മീനിങ് വരുന്ന ഒരു ടേം ആണ് ഇത് സൂ. We call that spore as zoospores. ഏത് പേര് വിളിക്കും? Zoospores. ഏതിനെയാണ്? മോട്ടൈൽ എൻഡോജീനസ് ആയിട്ടുണ്ടാകുന്ന ചലിക്കാൻ കഴിവുള്ള സ്പോറിനെ നമ്മൾ ഏത് പേര് വിളിക്കും? Zoospores. അതേപോലെ എൻഡോജീനസ് ആയിട്ടുണ്ടാകുന്ന ചലിക്കാൻ കഴിവില്ലാത്ത നോൺ മോട്ടൈൽ എന്നുള്ള മീനിങ് വരുന്ന ടൈമാണ് എപ്ലാനോ. ഏത് പേര് വിളിക്കും? എപ്ലാനോ. സോ വി കോൾ ദാറ്റ് സ്പോർ ആസ് എപ്ലാനോസ്പോർസ്. നമുക്ക് ഈ വർഷം അത് പഠിക്കണ്ട, എന്നാലും കഴിഞ്ഞ വർഷം കേട്ടിട്ടുള്ളതുകൊണ്ട് പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. അതേപോലെ ഈ പറഞ്ഞ അതേ പാറ്റേണിൽ തന്നെ എങ്ങനെയും സ്പോർ പ്രൊഡ്യൂസ് ചെയ്യുന്ന എക്സോജിനസ് ആയിട്ട് പുറത്തോട്ടും പ്രൊഡ്യൂസ് ചെയ്യും. പുറത്തോട്ടായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പോർട്സിൽ ആകെപ്പാട് അതിനകത്ത് നോൺ മോട്ടൈലേ ഉള്ളൂ. ആ നോൺ മോട്ടൈൽ സ്പോർട്സിനെയാണ് നമ്മൾ ഏത് പേര് വിളിക്കുന്നത്? കൊണീഡിയം. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇതാണ് അതിന്റെ പ്ലാൻ ബോഡി എങ്കിൽ പ്ലാൻ ബോഡിയിൽ നിന്ന് റീപ്രൊഡക്റ്റീവ് മെച്യൂരിറ്റി അറ്റൈൻ ചെയ്യും. ഇതാണ് ശരീരമെങ്കിൽ അതിൽ നിന്ന് ഇറക്റ്റ് ആയിട്ടുള്ള ചില സ്ട്രക്ചേഴ്സ് ഡെവലപ്പ് ചെയ്യും. എന്നിട്ട് അതിന്റെ മുകൾ ഭാഗം മുറിഞ്ഞ് പുറത്തോട്ട് ആരെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും? സ്പോർട്സുകളെ പ്രൊഡ്യൂസ് ചെയ്യും. ആ ഇറക്റ്റ് ആയിട്ടുണ്ടാകുന്ന ആ ഹൈഫെ നമ്മൾ വിളിക്കുന്ന പേരാണ്, ആ സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് ഇത് കൊണീഡിയോ ഫോർ. ഏത് പേര് വിളിക്കും? കൊണീഡിയോ ഫോർ. ഓക്കെ, ആ കൊണീഡിയോ ഫോറിന് മുകളിലോട്ട് ആ കൊണീഡിയോ ഫോർ ഡിവൈഡ് ചെയ്ത് പുറത്തോട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പോർ ലൈക്ക് സ്ട്രക്ചേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇത് കൊണീഡിയ. ഏത് പേര് വിളിക്കും? കൊണീഡിയ. ഓക്കെ, അപ്പോൾ കൊണീഡിയ എക്സോജീനസ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, എപ്ലാനോസ്പോറും സൂസ്പോർസും എൻഡോജീനസ് ആയിട്ട്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ കാര്യത്തിലോട്ട് വരാം. നമ്മുടെ ടോപ്പിക് ആയിരുന്നു ഇത് സൂസ്പോർസും കൊണീഡിയയും അല്ലേ. സൂസ്പോറിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എഴുതാവുന്ന ഒരു പോയിന്റ് ആണ് ഏതെന്ന് പറയാം. സൂസ്പോർസ് ആർ മോട്ടൈൽ എൻഡോജിനസ്ലി പ്രൊഡ്യൂസിങ് സ്പോർട്സ് അല്ലേ. അതാണ് ഇവിടെ എഴുതിയേക്കുന്ന പോയിന്റ്. സൂസ്പോർസിന്റെ സെക്കൻഡ് പോയിന്റ് ആയിട്ട് ദേ ആർ മോട്ടൈൽ എൻഡോജിനസ്ലി പ്രൊഡ്യൂസിങ് മൈക്രോസ്കോപ്പിക് സ്പോർട്സ് അല്ലേ. മനസ്സിലായല്ലോ. പിന്നെ അതിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ സാക്ലൈക്ക് സ്ട്രക്ചറിനെ നമ്മൾ ജനറൽ ആയിട്ട് വിളിക്കുന്നവരാണ് ഇത് സ്പൊറാഞ്ചിയം. അതിനകത്തുണ്ടാകുന്ന സൂസ്പോർസ് ആണ് വി കോൾ ദാറ്റ് സ്പൊറാഞ്ചിയം ആസ് സൂസ്പൊറാഞ്ചിയം. ഏത് പേര് വിളിക്കും? സൂസ്പൊറാഞ്ചിയം. അതുകൊണ്ട് അവനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാക്ലൈക്ക് സ്ട്രക്ചർ ആണ് ഇത് സൂസ്പൊറാഞ്ചിയം. സോ ദേ ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ സൂസ്പൊറാഞ്ചിയം. ഓക്കെ, ഇനിയും സൂസ്പോർ എന്ന് കേട്ടാൽ ആൽഗയിലും ഫഞ്ചിയിലും ഒക്കെ നമ്മൾ കഴിഞ്ഞ വർഷം കേട്ടിട്ടുള്ളതാണ് അല്ലേ. നമ്മൾ എന്നാലും മോസ്റ്റ് കോമൺലി ദേ ആർ സീൻ ഇൻ ആൽഗി അല്ലേ. സോ അതിന്റെ ഫസ്റ്റ് പോയിന്റ് ആണ് സൂസ്പോർസ് ആർ ദ ഫീച്ചർ ഓഫ് ആൽഗെ. സൂസ്പോർസ് ആറുടെ പ്രത്യേകതയാണ്, ആൽഗയുടെ പ്രത്യേകതകളാണ് ഏതെന്ന് പറയാം സൂസ്പോർ എന്ന് പറയുന്ന സ്ട്രക്ചേഴ്സ്. ഓക്കെ, അപ്പം സൂസ്പോറിന് ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത് പോയിന്റുകൾ? ഒന്ന്, ഇറ്റ് ഈസ് ദ ഫീച്ചർ ഓഫ് ആൽഗെ. പിന്നെ സെക്കൻഡ്, ദേ ആർ മോട്ടൈൽ എൻഡോജിനസ്ലി പ്രൊഡ്യൂസിങ് സ്പോർട്സ് അല്ലേ. തേർഡ് വൺ, ദേ ആർ പ്രൊഡ്യൂസ്ഡ് ഓൺ എ സാക്ലൈക്ക് സ്ട്രക്ചർ കോൾഡ് സൂസ്പൊറാഞ്ചിയം അല്ലേ. അതായത് സൂസ്പോർ ആറുടെ പ്രത്യേകതയാണ്, ആൽഗയുടെ പ്രത്യേകതയാണ്. സൂസ്പോർ എന്ന് പറഞ്ഞാൽ ചലിക്കാൻ കഴിവുള്ള സഞ്ചിക്കുള്ളിലുണ്ടാകുന്ന മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള സ്പോറാണ് ആരെന്ന് പറഞ്ഞു? സൂസ്പോർ അല്ലേ. പിന്നെ നമ്മൾ പറഞ്ഞത് സൂസ്പോറിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സഞ്ചി പോലത്തെ വസ്തുവിനുള്ളിലാണ്, ആ സഞ്ചിയുടെ പേരാണ് ഇത് സൂസ്പൊറാഞ്ചിയം. ഓക്കെ, അതിന് എക്സാമ്പിൾ ആയിട്ട് നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തേക്കുന്ന ഒരു ആൽഗയാണ് ഇത് ക്ലാമിഡോമോണാസ്. ഏതാണ്? ക്ലാമിഡോമോണാസ്. പഠിച്ചു വെച്ചോണം. സൂസ്പോറിന് എക്സാമ്പിൾ ക്ലാമിഡോമോണാസ്, ആൽഗയിൽ ക്ലാമിഡോമോണാസ്. ഓക്കെ, then next ആണ് കൊണീഡിയ. കൊണീഡിയയുടെ പ്രത്യേകത നമുക്ക് ഇതിൽ നിന്ന് തന്നെ ഒരു പോയിന്റ് കിട്ടും. കൊണീഡിയ നോൺ മോട്ടൈൽ എക്സോജിനസ്ലി പ്രൊഡ്യൂസിങ് സ്പോർട്സ്. ഏതാണ്? നോൺ മോട്ടൈൽ ആണ്, ചലിക്കാൻ കഴിവില്ലാത്ത പുറത്തോട്ടുണ്ടായി വരുന്ന എക്സോജിനസ് ആയിട്ടുള്ള സ്പോർട്സ് ആണ് ആരെന്ന് പറയുന്നത്? കൊണീഡിയ. കൊണീഡിയ നോൺ മോട്ടൈൽ, ചലിക്കാൻ കഴിവില്ല, പിന്നെ എങ്ങനെ ആയിരിക്കും? പുറത്തോട്ടായിരിക്കും ഉണ്ടായിരുന്ന എക്സോജിനസ്ലി പ്രൊഡ്യൂസിങ് മൈക്രോസ്കോപ്പിക് സ്പോർട്സ് ആണ് ആര്? കൊണീഡിയ അല്ലേ. പിന്നെ നമുക്ക് പറയാം കൊണീഡിയ ആർ പ്രൊഡ്യൂസ്ഡ് ഓൺ എ സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചർ കോൾഡ് കൊണീഡിയോ ഫോർ. ആരാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? അവനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കമ്പ് പോലത്തെ വസ്തുണ്ട്, ഒരു ഇറക്റ്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ. അതിന് മുകളിലാണ് അവൻ ഡിവൈഡ് ചെയ്ത് ഇങ്ങനെ പോകുന്നത്. ആ ഇറക്റ്റ് ആയിട്ടുള്ള ആ സ്ട്രക്ചറിനെ നമ്മൾ വിളിക്കുന്നവരാണ് ഇത് കൊണീഡിയോ ഫോർ. അതിന് മുകളിലാണ് ആരുണ്ടാകുന്നത്? കൊണീഡിയ അല്ലേ. കൊണീഡിയ നമ്മൾ സിലബസ് പ്രകാരം നമ്മൾ ഫസ്റ്റ് ഇയറിൽ കേട്ടിട്ടുള്ള ഒരേ ഒരു ഗ്രൂപ്പിലേ ഉള്ളൂ. അതേതാണ്? ഫഞ്ചി. ആരുടെ പ്രത്യേകതയാണ്? ഫഞ്ചിയുടെ പ്രത്യേകതയാണ് ഏതെന്ന് പറയാം? കൊണീഡിയ. അതാണ് ഇവിടെ എഴുതി വെച്ചേക്കുന്നത് നമ്മുടെ ആ പോയിന്റുകൾ. ഏതൊക്കെയാണ്? കൊണീഡിയയുടെ ഫസ്റ്റ് പോയിന്റ് ഫീച്ചർ ഓഫ് ഫഞ്ചി. ആരുടെ പ്രത്യേകതയാണ്? ഫഞ്ചിയുടെ പ്രത്യേകതയാണ്, ഫംഗസിന്റെ.
രണ്ടാമത് they are non-motile exogenously producing spores. Non-motile exogenously producing microscopic spores. Okay. Then the next one, they are produced on a specialized structure called conidiophore. Okay. പിന്നെ നമ്മുടെ സിലബസ് പ്രകാരം കൊണീഡിയ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫംജിക്ക് എക്സാമ്പിൾ ആയിട്ട് നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തേക്കുന്ന പെൻസിലിയം എന്ന് പറയുന്ന ഫംഗസ് ആണ്. പെൻസിലിൻ എന്ന് പറയുന്ന ആന്റിബയോട്ടിക് ആദ്യമായിട്ട് വേർതിരിച്ചെടുത്ത ഫംഗസ് ആയ പെൻസിലിൻ എന്ന് പറയുന്ന ആന്റിബയോട്ടിക് വേർതിരിച്ചെടുത്ത ഫംഗസിന്റെ പേര് ഏതാണ്? പെൻസിലിയം. പിന്നെ ഒരു എക്സാമ്പിളൂടെ ആസ്പെർജില്ലസ്. ഏതാണ്? ആസ്പെർജില്ലസ്. ഓക്കെ. അപ്പം ഓർത്ത് വെച്ചോളുക, സൂസ്പോർ ആൽഗയുടെ കൊണീഡിയ ഫംജിയുടെ ഇത് എൻഡോജീനസ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന മോട്ടൈൽ സ്പോർസ്, ഇത് എക്സോജീനസ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന നോൺ മോട്ടൈൽ സ്പോർസ്. ഇതിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സഞ്ചി സൂസ്പൊറാഞ്ചിയം. ഇതിന്റെ പ്രത്യേകത ദേ ആർ പ്രൊഡ്യൂസ്ഡ് ഓൺ എ സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചർ കോൾഡ് കൊണീഡിയോഫോർ. ഇതിന് എക്സാമ്പിൾ ക്ലാമിഡോമോണാസ്, കൊണീഡിയക്ക് എക്സാമ്പിൾ പെനിസിലിയം ആസ് പെർ അവർ സിലബസ്. ദെൻ വൺ മോർ എക്സാമ്പിൾ ആസ്പെർജില്ലസ്. ഓക്കെ. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടോപ്പിക്കാണ് ഇത്, മോഡ്സ് ഓർ ടൈപ്സ് ഓഫ് അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസംസ്. നമ്മൾ അതിൽ പലതരത്തിലെ ജീവജാലങ്ങളിൽ കാണപ്പെടുന്ന പലതരത്തിലെ അസെക്ഷുവൽ റീപ്രൊഡക്റ്റീവ് മെത്തേഡ്സ് അല്ലെങ്കിൽ സ്ട്രക്ചേഴ്സിനെ കുറിച്ച് പറഞ്ഞു അല്ലേ. നമ്മൾ ഇതുവരെ പഠിച്ച ടോപ്പിക്ക് ശ്രദ്ധിക്കുകയാണെങ്കിൽ മനസ്സിലായി കാണും, ഇതുവരെ പഠിച്ച എല്ലാ അസെക്ഷുവൽ റീപ്രൊഡക്റ്റീവ് മെത്തേഡ്സ് അല്ലെങ്കിൽ സ്ട്രക്ചേഴ്സ് ഏത് ജീവജാലങ്ങളുടെ പ്രത്യേകതയാണ്? ലോവർ ഫോംസിൻ്റെ. ഏതിൻ്റെയാണ്? ലോവർ ഫോംസ്. നമുക്ക് ആ എക്സാമ്പിൾ ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ മനസ്സിലായി കാണും ഏത് ജീവജാലങ്ങളുടെ പ്രത്യേകതയാണെന്ന് പറഞ്ഞ് ലോവർ ഫോംസുകളായ ആൽഗി, ഫഞ്ചി, ബ്രയോഫൈറ്റ്സ് അല്ലെങ്കിൽ യൂണിസെല്ലാർ ഫോംസ് ആയ പ്രോട്ടിസ്റ്റ്, മൊണീറൻസിൽ വരുന്ന ബാക്ടീരിയ, അതേപോലുള്ള ജീവജാലങ്ങൾ, അതേപോലെ ആനിമൽസിൽ സ്പോഞ്ചസ് എന്ന് പറയുന്ന ഗ്രൂപ്പ്സിൻ്റെയൊക്കെ പ്രത്യേകതയായിരുന്നു അല്ലേ. നമുക്ക് ഇനി പഠിക്കാനുള്ള ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഹയർ പ്ലാന്റ്സിൽ കാണപ്പെടുന്ന അസെക്ഷുവൽ റീപ്രൊഡക്റ്റീവ് മെത്തേഡായ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനാണ്. നമ്മൾ ആ ടോപ്പിക്കിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മൾ ഇതുവരെ പഠിച്ച ലോവർ ഫോംസിൽ കണ്ട അസെക്ഷുവൽ റീപ്രൊഡക്റ്റീവ് മെത്തേഡ്സ് അല്ലെങ്കിൽ സ്ട്രക്ചേഴ്സും അതിന് നമ്മുടെ സിലബസ് പ്രകാരം പറഞ്ഞേക്കുന്ന എക്സാമ്പിളുകളെ കുറിച്ചും ഒന്ന് പറഞ്ഞിട്ട് പോകാം. കാരണം എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ പ്രധാനപ്പെട്ടാണ്, മാത്സ് ഫോളോയിങ്ങിനും ഒക്കെ ചോദിക്കാറുള്ളതാണ്. അപ്പം ജസ്റ്റ് ഒന്ന് അത് നോക്കിയിട്ട് നമുക്ക് മറ്റൊരു ടോപ്പിക്കിലോട്ട് പോകാം. അപ്പം അതിൽ ഒന്നാമത് നമ്മൾ പഠിച്ച ഒന്നാമത്താണ് ഇതെന്ന് പറഞ്ഞാൽ സെൽ ഡിവിഷൻ. ഏതാണ്? സെൽ ഡിവിഷൻ. അതിന് എക്സാമ്പിളാണ് പ്രോട്ടിസ്റ്റ് ആൻഡ് മൊണീറൻസ്. പ്രോട്ടിസ്റ്റും മൊണീറൻസും ആണ് അതിന് എക്സാമ്പിളായിട്ട് പറഞ്ഞേക്കുന്നത്. പിന്നെ രണ്ടാമത്താണ് ബൈനറി ഫിഷൻ. ഏതാണ്? ബൈനറി ഫിഷൻ. അതിന് നമ്മുടെ സിലബസ് പ്രകാരം രണ്ട് എക്സാമ്പിളാണ് അമീബ, പാരമീസിയം. അമീബ എപ്പോഴാണ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിരുന്നു, ഫേവറബിൾ സീസണിൽ. മൂന്നാമത്താണ് മൾട്ടിപ്പിൾ ഫിഷൻ. ഏതാണ്? മൾട്ടിപ്പിൾ ഫിഷൻ. അതിന് എക്സാമ്പിളാണ് ഇത് അമീബ ഡ്യൂറിങ് അൺഫേവറബിൾ സീസൺ. നമ്മൾ പറഞ്ഞതാണ് എൻസിസ്റ്റേഷനും സ്പോറിലേഷനും ഒക്കെ പ്രധാനപ്പെട്ടാണ്. ദെൻ ബഡ്ഡിങ്, നോർമൽ ബഡ്ഡിങ് എന്ന് വിളിക്കുന്ന അല്ലെങ്കിൽ ബഡ്ഡിങ്. അതിന് എക്സാമ്പിളായിട്ട് നമ്മുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്ന ഹൈഡ്ര, പിന്നെ ഏതാണ്? ഈസ്റ്റ്. ഹൈഡ്രയും ഈസ്റ്റും. അതേപോലെ ഇന്റേണൽ ബഡ്സ് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞിരുന്നു എൻഡോജീനസ് ബഡ്ഡിങ്, ജെമുലേഷൻ എന്നൊക്കെ പറഞ്ഞ്. അതിൽ നമ്മുടെ സിലബസ് പ്രകാരം നമുക്ക് മെയിനായിട്ട് ആവശ്യം അതിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ട്രക്ചേഴ്സ് ആണ് ഇത് ഇന്റേണൽ ബഡ്സ് ഓർ ജെമ്യൂൾസ്. അതിന് എക്സാമ്പിൾ സ്പോഞ്ചസ്. സ്പോഞ്ചില്ല എന്ന് ഓർത്തില്ലേലും കുഴപ്പമില്ല, അത് കാര്യം അറിഞ്ഞിരിക്കുക. എന്നാലും സ്പോഞ്ചസ് പഠിച്ചോണം. ജെമ്യൂൾസ് ആരുടെ പ്രത്യേകതയാണ്? സ്പോഞ്ചസിൻ്റെ. പിന്നെ ഫ്രാഗ്മെന്റേഷൻ നമ്മുടെ സിലബസ് പ്രകാരം ടെക്സ്റ്റിൽ എക്സാമ്പിളായിട്ട് പറഞ്ഞിരിക്കുന്ന ഹൈഡ്ര. അത് കൂടാതെ നമ്മൾ പറഞ്ഞത് ഓർത്ത് വെക്കുക. പിന്നെ സൂസ്പോർസ്, അടുത്ത ടൈപ്പാണ് ഇത് സൂസ്പോർസ്. അതിന് എക്സാമ്പിളായിട്ട് ക്ലാമിഡോമോണാസ്. ആൽഗയിൽ ക്ലാമിഡോമോണാസ് ആണ് എക്സാമ്പിളായിട്ട് പറഞ്ഞിരിക്കുന്നത്. ദെൻ കൊണീഡിയയ്ക്ക് എക്സാമ്പിളായിട്ട് പറഞ്ഞിരിക്കുന്നത് പെനിസീലിയം. ഫഞ്ചയിൽ പെനിസീലിയമാണ് അതിന് എക്സാമ്പിളായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഈ പറഞ്ഞ എക്സാമ്പിളുകളും ഏത് റീപ്രൊഡക്റ്റീവ് മെത്തേഡാണ് അല്ലെങ്കിൽ സ്ട്രക്ചേഴ്സ് ആണെന്നുള്ള കാര്യം ഒന്ന് നോക്കി വെച്ചോളൂ. നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അത് നോക്കുക. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ്. ഓക്കെ, എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ നന്ദി, നമസ്കാരം.